അർജുന്റെ ട്രക്ക് പുറത്തെത്തിച്ച് വിശദമായി ക്യാബിൻ ഭാഗം പരിശോധിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ട്രക്ക് ഉടമ മനാഫ് കൂടെ ചേരുന്നുണ്ട്. മനാഫ് ആദ്യഘട്ടം മുതൽ പറഞ്ഞതാണ് അർജുൻ ഇവിടെയുണ്ട്, ട്രക്ക് ഇവിടെയുണ്ട്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ഘട്ടം കഴിയുന്തോറും അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യ നാളുകളിൽ ട്രക്ക് തന്നെ ഇവിടെ ഇല്ല എന്ന് ഇനി പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ട്രക്കിൻ്റെ GPS ലൊക്കേഷൻ കൊടുത്തത്. അതിനുശേഷം അപ്പോൾ പിന്നീടും പല ഘട്ടങ്ങളിലും ട്രക്കൊക്കെ പോയിണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പല ആരോപണങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് വലിയ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രിൻ്റെ വിളി, രാഷ്ട്രീയ നേതാക്കന്മാരായ നമ്മളെ സതീശൻ സാറ്, അങ്ങനെ കുറേ കെ സി വേണുഗോപാൽ സാറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പവർ എന്താണെന്നുള്ളത് നമ്മളെ ഈ വിഷയത്തിലാണ് എല്ലാവർക്കും മനസ്സിലായത്. അത്ര പവർഫുൾ നേതാക്കന്മാർ നമ്മളെ കേരളത്തിലുള്ളത് പിന്നെ എന്ത് പേടിക്കാനുള്ളത്. അങ്ങനെ എല്ലാവരും, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലും തിരുവനന്തപുരത്ത് പോയപ്പം മുഖ്യമന്ത്രിക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന വാർത്തകളുള്ള സമയത്ത് പോലും ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ മനുഷ്യന് എങ്ങനെ ഇത് താങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ അതൊരു പ്രചോദനമാണ്. മല വന്ന് മേത്ത് വീണാൽ പോലും കുലുങ്ങൂല. എന്തായിരുന്നു അത്രയും ഒരു ഉറപ്പ് മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാനൊരു കാരണം എന്താണ്? ഞാനായിട്ടല്ല, എന്നെ ആരോ പിന്നിന്ന് ഇത് ഇങ്ങനെ നിരന്തരം ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. എന്നത്തേക്ക് ഞാൻ ഈ രംഗത്ത് 72 ദിവസമായി. എൻ്റെ കണ്ണുകളൊക്കെ ഞാൻ ആകെ 2-3-4 മണിക്കൂർ ആകെ ഉറങ്ങലുള്ളൂ. അതന്നെ എങ്ങനെയൊക്കെ രാത്രി മുഴുവൻ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക, ഈ 72 കൊല്ലത്തെ ഈ ദിവസങ്ങൾ കടന്നു പോയത് ഒരു 72 കൊല്ലം എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയ മാതിരി അത്ര മാത്രം പ്രയാസപ്പെട്ടു വയ്ക്കണം ഈ വിഷയത്തിൽ. പക്ഷേ ഒരു കാര്യം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ്, നമ്മളൊരാൾ ഇനി അത് അന്റാർട്ടിക്കയിലായിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊരു കടലിൻ്റെ ആഴങ്ങളിലായിക്കോട്ടെ, പുഴ ചെറുത്ത കടലിൽ പസഫിക് ഓഷൻ്റെ അടിത്തട്ടിലാണെങ്കിൽ പോലും നമ്മൾ കൊണ്ടുവരും എന്നുള്ള പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരും. നമ്മൾ മലയാളികൾ കൂടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ അസാധ്യം എന്ന് പറഞ്ഞ ഒരു വേർഡ് ഡിക്ഷണറിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. കുടുംബത്തോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു അല്ലേ? ഒരു ട്രക്ക് ഉടമ എന്നതിനപ്പുറത്ത് വലിയൊരു ആത്മബന്ധം അർജുനായി ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ 2 അമ്മമാരാണ്. ഞാൻ തളരുമ്പം അപ്പം മെസ്സേജ് വരും അമ്മൻ്റെ. അതൊരു വലിയ എന്താ പറയുക ധൈര്യമാണ്. ആ മെസ്സേജ് കേൾക്കുമ്പോൾ ഒരു ബോൺവിറ്റ കുടിച്ച മാതിരിയാണ്. ഭയങ്കര പവറാണ്. ഡെയിലി അമ്മ ശരിക്ക് ഒരു മിഡ്ഫീൽഡറാണ്. ഇന്നെ കൺട്രോൾ ചെയ്യണം, ജിതിനെ കൺട്രോൾ ചെയ്യണം. അമ്മ അവിടെ വീട്ടിൽ നിന്നും കൊണ്ട് സകല ആളുകളെയും കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ അമ്മൻ്റെ ആ അമ്മമാർക്കേ കഴിയുള്ളൂ. അർജുൻ ആരായിരുന്നു മനാഫ്? അർജുന് അങ്ങനെയല്ലേ, നമ്മൾ സ്റ്റാഫുകളെല്ലാവരും നമ്മൾ ഫാമിലി മെമ്പേഴ്സാണ്. അത് മാത്രമല്ല, അതിലൊരു സ്പെഷ്യൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാരാബ്ദങ്ങൾ, ഒരു കൊട്ട പ്രാരാബ്ദമായിട്ട് ജീവിക്കുന്ന ഒരു ആളായിരുന്നു. ആ പ്രാരാബ്ദക്കാരന് പെട്ടെന്ന് ആ ഫാമിലിയിൽ നിന്ന് നഷ്ടപ്പെടുക അറിയണത് ചെറിയ കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും പ്രാരാബ്ദക്കാരാണ്, ഓരോരുത്തരുടെ ലൈഫും. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇന്ത്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല ഈ രംഗം ഇന്നലെ കണ്ടിട്ട് കരയാത്ത ഒരൊറ്റ മാധ്യമ പ്രവർത്തനമില്ല. നിങ്ങൾ വരെ വിങ്ങി പൊട്ടിപ്പോയി. നിങ്ങളെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വയ്ക്കും ഇങ്ങനത്തെ ഒരു രംഗം നിങ്ങളെ ചരിത്രത്തിൽ തന്നെ, നിങ്ങളെ ലൈഫിൽ ആദ്യമായിട്ട് വയ്ക്കും. അത് നമ്മളെല്ലാവരും അർജുൻ നമ്മളെന്തോ ആയിപ്പോയിനും. അർജുന് വേണ്ടിയായിരുന്നു ചെയ്ത കാര്യങ്ങൾ. തീർച്ചയായിട്ടും വേറെന്ത്, ഞാനൊരു പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കില്ല. എനിക്കതൊരു നാണക്കേടായിട്ടാണ് തോന്നുന്നത് ഇന്ന ആൾക്കാർ അങ്ങനെ പറയണ കേൾക്കുമ്പോൾ. നമ്മൾ ഈ പ്രസക്തിയും ഈ ഇതും ഒന്നും ഞാൻ അർഹിച്ചതല്ല. ഇത് ജസ്റ്റ് എൻ്റെ കടമ ചെയ്തെന്നുള്ളൂ. ആ കടമ ചെയ്യാൻ ഞാൻ എന്താക്കുകയാണ്, ഞാൻ അതിനു വേണ്ടി പോരാടി. അതിനുവേണ്ടി കേട്ടതൊക്കെ മറക്കാൻ റെഡിയാണ്.
ആലോചിച്ച് നോക്കി, ഇനി ഇതിപ്പോൾ ഒരു 50 ലക്ഷം റുപ്യൻ്റെ ലോറിയാണ്. ഡഡ്ജർ കർണാടക ഗവൺമെൻറ് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1 കോടി റുപ്യ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ ആളാണ്. വെറുതെ പറഞ്ഞല്ല. ഉമ്മ ചോദിച്ചു എവിടുന്നാ മനാഫെ 1 കോടി റുപ്യ. ഞാൻ പറഞ്ഞു നമുക്കുള്ള സ്ഥലം വിൽക്കുക, വീട് വിൽക്കുക, വിൽക്കാൻ ഉണ്ടല്ലോ ഇഷ്ടംമാതിരി, അത് വിൽക്കുക. വിറ്റിട്ടായാലും എന്ത് വിറ്റിട്ടായാലും നമ്മളിപ്പോൾ എന്തായാലും ഇതൊന്നും കൊണ്ടുപോകാനില്ലല്ലോ. 4 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള പൈസ മാത്രം ബാക്കിയാക്കിയാൽ മതി. എല്ലാം അർജുന് വേണ്ടി. അങ്ങനെ ആവണം. നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ തുറന്ന് സ്നേഹിക്കണം. ഒരു ശത്രുത വെക്കുകയാണെങ്കിൽ അത് തുറന്ന ശത്രുത ആവണം. അതിൻ്റെ ഇടയിൽ ഒന്നിലും മായം ചേർക്കരുത്. എന്തായാലും മനാഫിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുന് വേണ്ടിയാണ് ഈ ചെയ്തതെല്ലാം എന്ന് മനാഫ് പറയുന്നു. കഴിഞ്ഞ 72 ദിവസം അതിൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങളും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ നേരിടേണ്ടി വന്നു. അതെല്ലാം മറക്കുകയാണ്.